ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചാലോ? നിങ്ങളെല്ലാവരും വെക്കുന്നതാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങും 2 ഉള്ളിയും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഏറ്റവും സൂപ്പറാണ് കേട്ടോ. എങ്ങനെയെന്ന് വരും. ചീനിച്ചട്ടി വെച്ചു, അതിനകത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിന് ശേഷം വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചു. അതിന് ശേഷം ഞാൻ ഇതിനകത്തിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇതുപോലെല്ലാം ചെത്തി അതും ഇതിനകത്തിലോട്ട് ആഡ് ചെയ്യും. പിന്നെ 2 ഉള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഉള്ളി, അതുപോലെ 2-3 പച്ചമുളക്. ഇത് നല്ലതാണ്. ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത്രയാണ് ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നത്. വരൂ, എങ്ങനെയെന്ന് കാണിക്കാം. അങ്ങനെ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ച് കുറച്ച് നേരം. എണ്ണ പോരായിരുന്നു, കുറച്ച് എണ്ണയും കൂടെ ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടു, അതിൻ്റെ കൂടെ ഞാൻ ഉള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റണം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. നമുക്ക് ആവിയിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഈ 3 ഐറ്റമേ ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് റൊട്ടിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പിന്നെ വെണ്ടയ്ക്കയുടെ കൂടെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാനങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുക മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ വെക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ.